AC Learning, powered by Elegant Central Education and Research Center. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്ത് എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് മക്കളെ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ ഭൂമി എന്നാണ് അർത്ഥം. അതായത് ഒന്നും കൂടി അതിനെ മലയാളീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹരിതഭൂമി എന്ന് പറയാം. ഗ്രീൻ എർത്ത് അതായത് എല്ലായിടത്തും, ഭൂമിയിലെ എല്ലായിടത്തും ഗ്രീൻ. കാരണം എന്താ, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പ്ലാന്റ്സും കുറേയധികം ട്രീസും എല്ലാം കൊണ്ടും സമ്പന്നമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ അതിലൊരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. അതായത് തൊട്ടുവാ പൈങ്കിളിയേന്ന്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ? എന്താണ് മക്കളെ ഇത്? അതൊരു ഗെയിമാണ് അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട്, ചിത്രത്തിൽ കണ്ടില്ലേ, കുട്ടികളെല്ലാവരും കൂടിയിട്ട് കളിക്കുകയാണ്. അതായത് കിളിയോട് പറയാണ്, പറന്നു വാ കുഞ്ഞിക്കിളിയേ. ഒരു മരം തൊട്ടിട്ട് പറന്നു വായോ. ആ മരം, കിളി തൊട്ട മരം ഏതാണ്? ആ മരത്തിൻ്റെ പേര് പറയാമോ? ആ മരം വലുതാണോ ചെറുതാണോ എന്ന് ചോദിച്ചിട്ടുള്ള കളിയാണത്. ഓക്കെ. രണ്ടാമത്തേൽ എന്താ പറയുന്നത്? ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദി ഫ്ലവർ? അതായത് ആദ്യം കിളിയോട് എന്താ പറഞ്ഞേ? മരം തൊട്ടുവാ അല്ലേ? ഗ്രീൻ ട്രീ, നല്ല പച്ചയായിട്ടുള്ള മരം തൊട്ടുവായോ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഫ്ലവർ തൊട്ടിട്ട് വായോ. ഏത് ഫ്ലവറാണ് നീ തൊട്ടത്? അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ കളർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത സ്റ്റാൻസിൽ എന്താ പറയണത്? ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദി ലീഫ്? അടുത്തതിൽ എന്താ പറയണേ? ലീഫ്, ഇലയെ തൊട്ടുവായോ എന്നാണ് പറയണത് അല്ലേ? അപ്പോൾ കിളി തൊട്ട ഇല ഏത്? ഇലയുടെ പേര് പറയാമോ? ഇലയുടെ ഷേപ്പ് എന്താണ്? ഇലയുടെ ആകൃതി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അവരുടെ ആ പൂന്തോട്ടത്തിൽ, അവർ നടക്കുന്ന പൂന്തോട്ടത്തിൽ കളിക്കുകയാണ് അല്ലേ? കുറേ മരങ്ങളെ തൊട്ടും അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സ് തൊട്ടും അതുപോലെ തന്നെ ഇലയൊക്കെ തൊട്ട് കളിക്കുകയാണ് അല്ലേ അവർ. അതായത് ഗ്രീൻ എർത്തിലുണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കളിയാണ് അവിടെ കാണിക്കുന്നത്. കുട്ടികൾ തമ്മിൽ കളിക്കുന്ന ഒരു പാട്ടാണത്. മനസ്സിലായോ? ഇതുപോലെ മക്കളെ നിങ്ങളും തൊട്ടിട്ടില്ലേ കുറേ പ്ലാന്റ്സും കുറേ ലീഫും കുറേ ഫ്ലവേഴ്സൊക്കെ? നിങ്ങളും പറിക്കാറുണ്ടാവും കുറേ ഫ്ലവേഴ്സ് ഇല്ലേ? നമ്മൾ തലയിൽ ചൂടാൻ മുല്ലപ്പൂ പറിക്കാറില്ലേ? അതുപോലെ റോസ്, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഫ്ലവേഴ്സാണ്.
കുറേ ഇലകളും നിങ്ങൾ തൊട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റ്സിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരൊന്ന് നോക്കിയാലോ? ഫസ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ്? റോസ് പ്ലാന്റ്. സെക്കൻഡ് വണ്ണാണ് ഹോളി ബേസിൽ. ഹോളി ബേസിൽ എന്ന് പറഞ്ഞാൽ തുളസി എന്നാണ് അർത്ഥം കേട്ടോ, ഹോളി ബേസിൽ. പിന്നത്തെ വരുന്നതാണ് കോക്കനട്ട് ട്രീ, എല്ലാവർക്കും അറിയാം അല്ലേ, തെങ്ങ്. പിന്നത്തെയാണ് മാംഗോ ട്രീ. നെക്സ്റ്റ് വരുന്നതാണ് ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ് അല്ലേ. ഇതേതാണ് മക്കളെ? സ്പിനച്ച്, ചീര. പിന്നെ ഹിബിസ്കസ്, ചെമ്പരത്തി. പിന്നെ ബീൻ, പയർ. ബട്ടർഫ്ലൈ പീ, ശംഖുപുഷ്പം എന്ന് പറയും. നെക്സ്റ്റ് ഏതാണ്? ആമ്പൽ പ്ലാന്റ്, ആമ്പൽ അല്ലേ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ലോട്ടസ് പ്ലാന്റ്, താമരയുടെ ചെടിയില്ലേ. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് നമ്മൾ എന്താ പറയുക? പ്ലാന്റ്സ് എന്നാണല്ലേ പറയുക. ഇതിനൊക്കെ കൂടിയിട്ട് എന്താ നമ്മൾ പറയുക? പ്ലാന്റ്സ്. അപ്പോൾ ടീച്ചർ എഴുതി തന്ന്, ടീച്ചറിപ്പോൾ കാണിച്ചു തന്നില്ലേ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരൊക്കെ, അതൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പ്ലാന്റ്സൊക്കെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ സയൻസ് ഡയറിയിൽ എഴുതാൻ മറക്കല്ലേ കേട്ടോ മക്കളെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണോ? ഈ പ്ലാന്റ്സിന് കുറേ പാർട്സ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഈ പ്ലാന്റ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന്? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്? വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്? സസ്യത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? എഴുതി എല്ലാവരും. വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്? എന്തൊക്കെ ഭാഗങ്ങളാണ് മക്കളെ നിങ്ങൾക്കറിയാം? ഒരു പ്ലാന്റിൽ ഏതൊക്കെ പാർട്സാണുള്ളത്? ഏതൊക്കെ കൂടിയതാണ് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്? എന്തൊക്കെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയുണ്ട്? ലീഫുണ്ട്, പിന്നെ വെരി ഗുഡ്, ഫ്ലവർ, വെരി ഗുഡ്, റൂട്ട്, പിന്നെന്താ? സ്റ്റെം, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഫ്രൂട്ട്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ പ്ലാന്റിൻ്റെ പാർട്സൊക്കെ. നമുക്കൊന്നും കൂടി നോക്കാം. ലീഫ്, സ്റ്റെം, റൂട്ട്, ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്. ഏതൊക്കെയാണ് മക്കളെ? ലീഫ്, സ്റ്റെം, റൂട്ട്, ഫ്ലവർ, ഫ്രൂട്ട്. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ എഴുതിയോ ഏതൊക്കെ ഭാഗങ്ങളുള്ളതെന്ന്? വാട്ട് ആർ ദ പ്ലാന്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? ഒന്ന് പറഞ്ഞേ. ലീഫ്, സ്റ്റെം, റൂട്ട്, ഫ്ലവർ, ഫ്രൂട്ട്. വെരി ഗുഡ്. ഇനി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഒരു ചെടിയുടെ, ഒരു പ്ലാന്റിൻ്റെ ചിത്രം വരച്ച് ഈ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം കേട്ടോ. അപ്പോൾ ടീച്ചർ തന്ന ഈ കൊച്ചു വർക്കുണ്ടല്ലോ, അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തിട്ട് വരണം, കേട്ടില്ലേ? അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചേ? പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ? പ്ലാന്റ്സിൻ്റെ പാർട്സ് പഠിച്ചു. ഇനി നിങ്ങൾ വരുമ്പോൾ ആ ചെടിയൊക്കെ വരച്ച്, ആ പ്ലാന്റൊക്കെ വരച്ച് അതിൻ്റെ പാർട്സൊക്കെ മാർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇനി കുറേയേറെ പ്രവർത്തനങ്ങളും കളിയും ചിരിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.